നമസ്കാരം. ആന്ധ്രാപ്രദേശിലെ ചിരാല സ്റ്റേഷനടുത്ത് ഡൽഹിയിൽ നിന്നുള്ള രാജധാനി എക്സ്പ്രസിൽ 29 വർഷം മുമ്പ് പൊട്ടിയ വെടിയുടെ അലയൊലികൾ ഇന്നും കേരള രാഷ്ട്രീയത്തിൽ മുഴങ്ങുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും MLAയുമായിരുന്ന EP ജയരാജൻ വധശ്രമ കേസിലെ തുടർ നടപടികൾ അക്ഷരാർത്ഥത്തിൽ ഓരോ ബോംബ് സ്ഫോടനങ്ങളാകുകയായിരുന്നു. ഈ കേസിലാണ് KPCC പ്രസിഡന്റ് K സുധാകരനെ ഹൈക്കോടതി ചൊവ്വാഴ്ച കുറ്റവിമുക്തനാക്കിയത്. 1995 ഏപ്രിൽ 12 രാവിലെ 10:15 കേസിനാസ്പദമായ സംഭവം. CPM പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ജയരാജൻ. ഭാര്യ ഇന്ദിരയും M വിജയകുമാർ MLAയും അന്ന് DYFI നേതാവായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഒപ്പമുണ്ടായിരുന്നു. കേസിലെ ഒന്നാം പ്രതിയായ വിക്രം ചാലിൽ ശശി ദിലീപ് എന്നയാൾ 2 വട്ടം ജയരാജന് നേരെ വെടിയുതിർത്തു. അലർച്ചയോടെ കമഴ്ന്നടിച്ചു വീണ ജയരാജൻ മരിച്ചെന്ന ധാരണയിലാണ് താൻ തീവണ്ടിയിൽ നിന്ന് ചാടിയതെന്ന് ശശി മൊഴി നൽകിയിരുന്നു. ജയരാജനെ അതേ തീവണ്ടിയിൽ ചെന്നൈയിലെത്തിച്ച് മദ്രാസ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിൻഭാഗത്ത് കഴുത്തിനു മുകളിൽ തലയ്ക്ക് തൊട്ടുതാഴെ 2 വെടിയേറ്റത്. പ്രതികൾ ഡൽഹിയിൽ നിന്ന് തന്നെ തീവണ്ടിയിലുണ്ടായിരുന്നു. ഒരാളുടെ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാണ് പ്രതികൾ ടിക്കറ്റ് സംഘടിപ്പിച്ചത്. 1997 ഒക്ടോബർ 22 സുധാകരനെ അറസ്റ്റ് ചെയ്യാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കേരള പോലീസ് എത്തി. ഇത് നാടകീയ രംഗങ്ങൾക്ക് വഴിയൊരുക്കി. ഗൺമാൻ ഷാജഹാന്റെയും പ്രൈവറ്റ് സെക്രട്ടറി രമേശിൻ്റെയും ഒപ്പം ചെന്നൈയിലേക്ക് പോകാനെത്തിയിരിക്കുകയായിരുന്നു സുധാകരൻ. പോലീസിന് വഴങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല. പുറപ്പെടാൻ തുടങ്ങിയ തീവണ്ടിയിലേക്ക് സുധാകരൻ ഓടിക്കയറി. പോലീസും ഒപ്പം കയറി. തലശ്ശേരിയിലെത്തിയപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് സുധാകരനെ ഇറക്കി. അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. വധശ്രമവുമായി ബന്ധപ്പെട്ട EP ജയരാജൻ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ സ്വകാര്യ അന്യായത്തിൽ കേസെടുത്ത് അന്വേഷിക്കാൻ കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതേ തുടർന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ആന്ധ്ര കോടതി നൽകിയ ജാമ്യത്തിലെ വ്യവസ്ഥകൾ സുധാകരൻ പാലിച്ചില്ലെന്ന് കാട്ടിയായിരുന്നു അറസ്റ്റ്. K സുധാകരൻ, MV രാഘവൻ, CP ജോൺ എന്നിവർ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വധഗൂഢാലോചന നടത്തിയെന്ന് കാട്ടിയാണ് ജയരാജൻ സ്വകാര്യ അന്യായം നൽകിയത്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വധശ്രമ കേസിൻ്റെ ചരിത്രമാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ KPCC അധ്യക്ഷനായിരിക്കുന്ന K സുധാകരന് കോടതി ജാമ്യം അനുവദിച്ചു. ഇതേ തുടർന്നാണ് മാധ്യമപ്രവർത്തകനായ G ശക്തിധരൻ ഇപ്പോൾ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചില കാര്യങ്ങൾ കുറിച്ചിരിക്കുന്നത്. EP ജയരാജൻ എന്ന ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, പിണറായി വിജയൻ കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാന നേതാവ്, അദ്ദേഹത്തെ വധിക്കുവാൻ വേണ്ടി ഇപ്പോഴത്തെ KPCC അധ്യക്ഷനായ K സുധാകരൻ അന്ന് ഒരു ശ്രമം നടത്തിയപ്പോൾ അതിനെ ആസ്പദമാക്കിയുള്ള കേസ് ഏതു വിധേനയും വിജയിക്കുവാൻ ശ്രമിക്കേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. പക്ഷേ അവർ അത് ചെയ്തില്ല. സ്വന്തം മകളെ രക്ഷിക്കുവാൻ സർക്കാർ ചെലവിൽ 35 ലക്ഷത്തിൽ കൂടുതൽ ചിലവാക്കി പ്രശസ്തനായ വക്കീലിനെ നിയമിച്ച സർക്കാർ എന്തുകൊണ്ടാണ് EP ജയരാജൻ വധശ്രമ കേസിലെ പ്രതിയെ അങ്ങനെ നിസാരവൽക്കരിച്ച് പുറത്തേക്ക് വിടാതെ കൂട്ടിലകപ്പെടുത്തുവാൻ ശ്രമിക്കാതെ പോയത്? ഇങ്ങനെ ഉയരുകയാണ് G ശക്തിധരൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: MV ഗോവിന്ദൻ മാറി നിൽക്കേണ്ടി വന്നത്. 3 പതിറ്റാണ്ട് പഴക്കമുള്ള EP ജയരാജൻ വധശ്രമ കേസ് എന്തുകൊണ്ടാണ് ഒരു ദുരന്ത പര്യവസാനിയായി എത്തി നിൽക്കുന്നത്? മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട സാമ്പത്തിക കുറ്റക്കേസിൽ ഹാജരായ അഭിഭാഷകന് മണിക്കൂറിൽ 35 ലക്ഷം രൂപ പ്രതിഫലം ഖജനാവിൽ നിന്ന് നൽകിയ സർക്കാരും പാർട്ടിയും എന്തുകൊണ്ടാണ് ജയരാജൻ്റെ കേസ് നടത്തിപ്പിൽ മാപ്പർഹിക്കാത്ത അലംഭാവം കാട്ടിയത്? ശതകോടീശ്വരന്മാരുമായി പാർട്ടിയെ അടുപ്പിക്കുന്ന മുഖ്യകണ്ണി എന്നറിയപ്പെടുന്ന EP ജയരാജൻ്റെ ജീവന് നേരിട്ടുണ്ടായ ഞെട്ടിക്കുന്ന ആക്രമണത്തിൽ അദ്ദേഹത്തിന് നീതി ലഭ്യമാക്കി കൊടുക്കാൻ പാർട്ടിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയെ അഴിമതി ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ലാവ്ലിൻ ഓരോ തൊടുന്യായങ്ങൾ ഉന്നയിച്ച് തുടർച്ചയായി 35 തവണ മാറ്റിവെച്ച് മുഖ്യമന്ത്രിയെ പ്രീണിപ്പിക്കുന്ന അഭിനവ റാസ്പുട്ടിൻ എന്തുകൊണ്ടാണ് BJPയിലുള്ള സ്വാധീനം EP-യുടെ കാര്യത്തിൽ പ്രയോഗിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ ഇരട്ടത്താപ്പ്? അതോ ചുളുവിൽ പാർലമെന്റ് അംഗത്വം വിപ്ലവ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും തരപ്പെടുത്തി തരുന്നവർക്ക് മാത്രമേ ഈ സ്വാധീനം വിട്ടുനൽകൂ എന്നാണോ? ഒരു ബമ്പർ EP-യും അടിച്ചോട്ടെ എന്ന് കരുതിക്കൂടെ റാസ്പുട്ടിൻ? തൊട്ടിലിൽ കിടന്ന പ്രായത്തിൽ അറിയാതെങ്ങാനും മുഷ്ടി ചുരുട്ടിയിട്ടുണ്ടെന്നല്ലാതെ ആയുസ്സിൽ ഒരിക്കലും പാർട്ടി സഖാക്കൾക്കൊപ്പം ഒരു ജാഥയിലും മുഷ്ടി ചുരുട്ടുകയോ കയ്യബദ്ധം കൊണ്ടുപോലും ചെങ്കൊടി കണ്ടാൽ കൗതുകം കൊണ്ടെങ്കിലും തൊടുകയോ ചെയ്തിട്ടില്ലാത്ത റാസ്പുട്ടിൻ ജോൺ മുണ്ടക്കയം സോളാർ പണ്ടാരപ്പെട്ടി തുറന്നു വെച്ചപ്പോൾ വിവിധ അവതാരങ്ങളെ ഇറക്കിക്കാണിച്ച് വിരട്ടിയതിന്
പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായാണോ? മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ, പാർലമെന്റ് അംഗം, പാർട്ടി സംസ്ഥാന സെക്രട്ടറി അംഗം, കുടച്ചക്രം, ഇതൊന്നും കേട്ടിട്ടും സംസ്ഥാന സെക്രട്ടറിക്ക് തൊലിയുരിയുന്നില്ലേ സഖാവെ? റാസ്പുട്ടിൻ്റെ അടിമയാണോ സെക്രട്ടറി? എന്തൊക്കെ നാവുകൊണ്ട് തനിക്ക് സംസാരിക്കാം അല്ലേ? ഓരോ അവതാരങ്ങൾ ഇറങ്ങി വന്നപ്പോൾ റാസ്പുട്ടിൻ പറഞ്ഞ ന്യായം കേരളം മറക്കില്ല. ജയരാജനെ തീവണ്ടി യാത്രക്കിടയിൽ വകവരുത്താൻ വാടക കൊലയാളിയെ ചിലർ അയച്ചിരുന്നുവെന്നതും, വെടിയേറ്റ ജയരാജൻ അത്യാസന്ന നിലയിൽ മദ്രാസിയിലെ മലർ ആശുപത്രിയിൽ 40 ദിവസത്തിലേറെ കഴിയേണ്ടി വന്നതും സത്യമല്ലേ? വെടിവെച്ചതായി പോലീസ് കണ്ടെത്തിയ വാടക കൊലയാളികൾ പോലീസ് കസ്റ്റഡിയിലായി എന്നതും പരസ്യമല്ലേ? ഇങ്ങനെ നീളുകയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കഴിഞ്ഞ ദിവസമായിരുന്നു സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഒരു വെളിപ്പെടുത്തലിന് എതിരായി ജി ശക്തിധരൻ എന്ന മാധ്യമപ്രവർത്തകൻ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരുന്നത്. പിണറായിക്കെതിരെ കടുത്ത ഭാഷയിലായിരുന്നു ആ വിഷയത്തിലും അദ്ദേഹം ആരോപണങ്ങൾ ഉയർത്തിയത്. ഇപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെയും ആരോപണങ്ങളും പരിഹാസ സ്വഭാവമുള്ള വാക്കുകളും ഉയർത്തുകയാണ് മാധ്യമപ്രവർത്തകനായ ജി ശക്തിധരൻ. രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വധശ്രമ കേസിനെ എത്ര നിസാരവൽക്കരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ പാർട്ടി നോക്കിക്കാണുന്നത്. അതും ഏറ്റവും പ്രധാനപ്പെട്ട തങ്ങളുടെ നേതാവായ ഇ പി ജയരാജനെതിരായി ഉയർന്ന ഒരു വധശ്രമ കേസിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു വിഷയമായി കരുതാതെ അതിനെ എത്ര നിസാരമായി തള്ളിക്കളഞ്ഞു എന്ന ചോദ്യമാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കാര്യമായി ഉയർത്തുന്നത്.